വെൽക്കം ബാക്ക് ടു അവർ ചാനൽ motherandchildworldjeny എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് ഡോണർ IVF-നെ പറ്റിയിട്ടാണ്. ഡോണർ IVF എന്താണെന്നും ഡോണർ IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഡോണർ IVF-ഉം കൺവെൻഷണൽ IVF-ഉം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നും ആരാണ് ഡോണർ ആകാൻ യോഗ്യതയുള്ളവരെന്നും ഡോണറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നും ഡോണർ IVF ആർക്കാണ് ചെയ്യേണ്ടി വരുന്നതെന്നും അതുപോലെ തന്നെ ഡോണർ IVF-ന്റെ എൻറ്റയർ കോസ്റ്റ് എന്താണെന്നും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഡോണർ IVF-നെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ കാണുക. ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ്, നിങ്ങളുടെ ആൻസൈറ്റി, നിങ്ങളുടെ ടെൻഷൻ ഒക്കെ മാറ്റാനായിട്ട് തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് നമുക്ക് വേഗം തന്നെ പോകാം. ഡോണർ IVF അല്ലെങ്കിൽ എഗ് ഡൊണേഷൻ IVF എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് കാരണം കൊണ്ട് സ്വന്തമായിട്ടുള്ള എഗ്സ് കിട്ടാത്തവർക്ക് ചെയ്യുന്ന ഒരു IVF പ്രോസസ്സാണ്. അപ്പം നമുക്ക് ആദ്യമേ കൺവെൻഷണൽ IVF-ന്റെയും എഗ് ഡോണർ IVF-നും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. കൺവെൻഷണൽ IVF-ൽ മദേഴ്സിന് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഫെർട്ടിലിറ്റി ഡ്രഗ്സ് കൊടുക്കും. അപ്പോൾ സ്വന്തമായിട്ടുള്ള എഗ്സ് കിട്ടും. ആ എഗ്സ് എല്ലാം മെച്യൂർ ആയി കഴിയുമ്പോൾ ആ എഗ്സിനെ എല്ലാം വെളിയിലെടുക്കും. ഇത് അനസ്തേഷ്യയുടെ അണ്ടർ ഒരു അൾട്രാസൗണ്ട് മെഷീൻ ഗൈഡൻസിലൂടെയാണ് ചെയ്യുന്നത്. ഈ എഗ്സ് എല്ലാം ഹസ്ബൻഡിൻ്റെ സ്പേംസുമായിട്ട് മിക്സ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി വെക്കും. എംബ്രിയോസ് റെഡി ആയി കഴിയുമ്പോൾ ഈ എംബ്രിയോസ് മദറിൻ്റെ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്യും. ചില സ്ത്രീകളുടെ ഓവറീസിന് എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ എഗ് ഡൊണേഷൻ IVF ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഓവറീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലവർക്ക് എഗ് ഡൊണേഷൻ IVF ചെയ്യേണ്ടി വരാറുണ്ട്. അത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളുടെ ഏജ് 35-ൽ കൂടുതലാണെങ്കിൽ, അവരുടെ എഗ് റിസർവ് കുറവാണെങ്കിലോ, എഗ്ഗിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിലോ, പിന്നെ ഓവറീസിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലും ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിലോ ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറീസിൽ ഉള്ളവർക്കൊക്കെയാണ് എഗ് ഡൊണേഷൻ IVF ഓപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇനിയും ഓവറീസ് നോൺ ഫങ്ഷണൽ കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗിൾ പേരന്റ് IVF ആണെങ്കിലോ, ഗേ കപ്പിൾസിന് ചെയ്യുന്ന IVF ആണെങ്കിലോ, ഓവറീസ് ചില കാരണങ്ങൾ കൊണ്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കലോ സർജിക്കലോ ആയ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽസ് ആണെങ്കിലോ, അല്ലെങ്കിൽ പ്രൈമറി ഒവേരിയൻ ഫെയിലിയർ അതായത് പ്രീ മെനോപോസൽ ഫീമെയിൽസ് ആണെങ്കിലോ, അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് IVF ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ എഗ് ഡോണർ IVF ഓപ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇനിയും എങ്ങനെയാണ് ഈ ഡോണറിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ബേസിക്കലി രജിസ്റ്റേർഡ് ഡോണർ ഏജൻസിയിൽ ഈ എഗ് ഡോണർ ഫീമെയിൽസ് രജിസ്റ്റർ ചെയ്യും. ഈ ഒരു എഗ് ഡോണർ ഫീമെയിൽസ് നല്ല റീപ്രൊഡക്റ്റീവ് ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഉള്ളവർ ആയിരിക്കണം. അവരുടെ ഏജ് ഗ്രൂപ്പ് 21 തൊട്ട് 35 വയസ്സായിരിക്കണം. അവർ മാരീഡ് ആയിരിക്കണം. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ഉള്ളവരായിരിക്കണം. അവരുടെ എഗ് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ എഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിൻ്റെ എല്ലാ മെഡിക്കലും ജനറ്റിക്കലുമായ ഇൽനസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യും. എഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിന് HIV, ഹെപ്പറ്റൈറ്റിസ്, എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഡയബറ്റീസ് ഒക്കെ ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഈ എഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിനെ സെലക്ട് ചെയ്തതിന് ശേഷം ബേസിക് ക്രൈറ്റീരിയാസ് ഒക്കെ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. അതായത് ഹൈറ്റ്, കളറ്, ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ. ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിബിൾ ആണെങ്കിൽ റിലീജിയനും എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസും ചിലപ്പോൾ മാച്ച് ചെയ്യാറുണ്ട്. ഡോണർ ഫൈനലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഫെർട്ടിലിറ്റി ഡ്രഗ്സ് ഡോണറിന് സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ എഗ്സ് മെച്ചുർ ആയി കഴിയുമ്പോൾ ആ എഗ്സിനെ വെളിയിലെടുത്ത് ഹസ്ബൻഡിന്റെ സ്പേമുമായിട്ട് മിക്സ് ചെയ്ത് എംബ്രിയോ ഫോം ആക്കും. പിന്നെ എംബ്രിയോസ് റെഡി ആയി കഴിയുമ്പോൾ ആ എംബ്രിയോസിനെ നിങ്ങളുടെ അതായത് ജസ്റ്റേഷണൽ കരിയറിന്റെ ലൈനിങ് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അല്ലെങ്കിൽ പിന്നീട് ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് ഫ്രീസും ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് പിന്നീട് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഈ എല്ലാ കാര്യവും ലീഗലി ആണ് ചെയ്യുന്നത്. കപ്പിൾസിന്റെയും ഡോണർ കപ്പിൾസിന്റെയും കൺസെന്റ് അത്യാവശ്യമാണ്. ഡോണറിന്റെ ഐഡന്റിറ്റി ഒരിക്കലും കപ്പിൾസിന് റിവീൽ ചെയ്ത് തരില്ല. അതുപോലെ തന്നെ കപ്പിൾസിന്റെ ഐഡന്റിറ്റി ഒരിക്കലും ഡോണറിന് റിവീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിയർ ആയിട്ടും ലീഗലിയുമാണ് ഈ ഒരു ഡോണർ എഗ് IVF ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ഇപ്പോഴൊക്കെ കോമൺ ആയിട്ടുണ്ട്. അതിന്റെ കാരണം ഡോണർ എഗ് IVFന്റെ സക്സസ് റേറ്റ് കൂടുതലാണ്. അത് മാത്രമല്ല ഇതിനെ പറ്റിയുള്ള അവയർനെസ്സും ഇപ്പോൾ കപ്പിൾസിന് ഒരുപാടുണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മദറിന്റെയും ഫാദറിന്റെയും പേര് വെക്കാറുണ്ട്. നിങ്ങളുടെ നെയിം തന്നെ ആയിരിക്കും ആ ഒരു സ്ഥാനത്ത് വെക്കുന്നത്. ഒരിക്കലും ഡോണറിന്റെ നെയിം ആയിരിക്കില്ല. ഈ ഒരു കാര്യം ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോണറിന് മാക്സിമം 6 ടൈംസ് എഗ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കണ്ടിന്യൂസ് അല്ല, മിനിമം 3 months ഗ്യാപ്പ് ഓരോ എഗ് ഡൊണേഷന്റെയും ഇടയ്ക്ക് കാണണം. അപ്പോൾ പുതിയ ലോ വരുന്നതിൻ്റെ അനുസരിച്ച് എത്ര പ്രാവശ്യം എഗ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ ബാക്കി ലീഗൽ പ്രൊസീജിയേഴ്സും ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ എഗ് ഡൊണേഷൻ IVFന്റെ മുഴുവൻ പ്രൊസീജിയറിന് 1 തൊട്ട് 2 മാസം വരെ എടുക്കാവുന്നതാണ്. ആ ഒരു കാര്യം സൈക്കിൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡോണറിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെയും. ഈ 2 കാര്യവും സ്ക്രീൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു ഡോണർ എഗ് IVFന്റെ ടൈം പീരീഡ് 1 month തൊട്ട് 2 month വരെയാണ്. ഡോണർ എഗ് IVFന്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണേഴ്സിന് എടുക്കേണ്ടി വന്ന ഇഞ്ചക്ഷൻ്റെ ചാർജസ് കാണും, IVFന്റെ കോസ്റ്റ് കാണും, എംബ്രിയോ ട്രാൻസ്ഫറിന്റെ കോസ്റ്റും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഡോണർ എഗ് IVF റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോണർ എഗ് IVF ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ അമ്മയാകാനുള്ള ആഗ്രഹം ഡോണർ എഗ് IVF കംപ്ലീറ്റ് ആക്കി തരും. ചിന്തിക്കുക, ആഗ്രഹിക്കുക. ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറകിലോട്ട് പോകാൻ പാടില്ല. എത്രയും വേഗം തന്നെ ഡോണർ എഗ് IVF ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണൽ ആയിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി വാട്സാപ്പ് നമ്പർ എടുക്കുക, എന്നിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു.